ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി ലഭിക്കാവുന്ന കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മാന്യവിലയിൽ ലഭിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചുറ്റുമതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടയെല്ലാം വിരിച്ച് ഭംഗിയായ റോഡ് കാണാം. ഏകദേശം 4 മീറ്ററാണ് റോഡിൻ്റെ വീതി വരിക. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറു തൈകളോ മരങ്ങളെല്ലാം നടാവുന്ന രീതിയിലുള്ള ഒരു സ്പേസോടുകൂടി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. വാട്ടർ സോഴ്സിനായിട്ട് മെയിൻ കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ലഭ്യമാണ്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെയും ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു പാർട്ടീഷനെല്ലാം കൊടുത്താണ് ലിവിംഗ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന കവാടം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. TV യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് കാണാം. അവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചണിലേക്കാണ് പ്രവേശിക്കേണ്ടത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വലിപ്പമുള്ള ഒരു കിച്ചൺ ലഭ്യമാണ്. ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്ന കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരിക. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്ന ആ ഭിത്തിയിൽ ബേബിൻഡോ മോഡലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമാക്കി തന്നെ അതിൻ്റെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമിൻ്റെയും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് പോകാം. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്ത്
മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോള് തന്നെ ഇവിടെ ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയും അഡീഷണൽ ആയിട്ടൊരു TV യൂണിറ്റ് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്റ്റഡി ടേബിളും നമുക്ക് കാണാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. മുകളിലെ 2 ബെഡ്റൂമും വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നല്ല രീതിയിലുള്ള വിൻഡോയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. ഇതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. Thank you for watching this video. Thank you everyone.